അതും ഈ പറയുന്ന മൂഡ് സ്വിങ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം കൊണ്ടുവരാനായിട്ട്, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതിരിക്കാനായിട്ട്, നമുക്ക് മേലുവേദന കൊണ്ടുവരാനായിട്ട് ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ PCOS എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ. ആൻഡ് വേറൊരു വലിയൊരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി. എല്ലിൻ്റെ ഉള്ളിലൊക്കെ സൂചിയും കൊണ്ട് കുത്തുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേറെ പ്രോബ്ലംസ് ഇതിപ്പോൾ 2, 3 ദിവസം മുന്നാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് PCOS വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ബോഡി ശ്രദ്ധിക്കാതെ, വേണ്ട പോലെ ഫുഡ് കഴിക്കാതെ, വേണ്ട പോലെ വൈറ്റമിൻസ് കഴിക്കാതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് നമ്മളിത് ഈ പറയുന്ന ഒരു കണ്ടീഷനിലെത്തും. എന്നെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ എന്നെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ അനുഭവിക്കുന്ന എന്താന്നുള്ളത് നമുക്ക് മാത്രം അറിയുള്ളൂ. രാത്രി മൊത്തം ഉറങ്ങാഞ്ഞിട്ട് രാവിലെ നമ്മൾ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കും, ഫ്രീ ആയിട്ട് നമ്മുടെ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ വീണ്ടും രാത്രി നമ്മൾ ഈ